പ്രിയമുള്ളവരെ, ക്രിസ്തീയ വിശ്വാസം എന്താണ്? സർവശക്തനായ ദൈവം ക്രിസ്തുവായി ലോകത്തിൽ ജനിച്ചു എന്നുള്ളതാണ്. ഒരു ക്രിസ്ത്യാനി ആദ്യമായി വിശ്വസിക്കേണ്ടത് സർവശക്തനായ ദൈവം മനുഷ്യനായ യേശു ക്രിസ്തുവായി ഈ ലോകത്തിൽ അവൻ ജനിച്ചു എന്നുള്ളതാണ്. എന്തിനു വേണ്ടിയാണ് ദൈവം ഈ ലോകത്തിൽ മനുഷ്യനായി അവതരിച്ചത്? മനുഷ്യൻ സകലവിധ പാപങ്ങൾ ചെയ്തു. മാനസികവും ശാരീരികവും ആത്മീയവുമായി അവൻ പാപം ചെയ്ത് ദൈവത്തിൽ നിന്നും അകന്നുപോയി. അങ്ങനെ അകന്നുപോയ ആ മനുഷ്യനെ വീണ്ടും ദൈവം തന്നിലേക്ക് കൂട്ടിച്ചേർക്കുന്നതിന് വേണ്ടി, തൻ്റെ സ്വർഗരാജ്യത്തിന് അവകാശികളാക്കി തീർക്കുന്നതിന് വേണ്ടി ആ പാപികളായ മനുഷ്യരെ രക്ഷിക്കാനായിട്ടാണ് ഈ ലോകത്തിലേക്ക് വന്ന് പിറന്നത്. അപ്പോൾ ഈ ലോകത്തിൽ വന്ന് മനുഷ്യരുടെ ഇടയിൽ ജീവിക്കണമെങ്കിൽ അവനൊരു മനുഷ്യനായി തന്നെ ജനിക്കണം. ഒരു മനുഷ്യനല്ലേ മറ്റ് മനുഷ്യ സമൂഹത്തിൻ്റെ ഇടയിൽ ജീവിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ദൈവം മനുഷ്യനായി ഈ പാപികളായ മനുഷ്യരുടെ ഇടയിൽ വന്ന് പിറക്കുകയും അവൻ മനുഷ്യരുടെ ഇടയിൽ ജീവിക്കുകയും ചെയ്തു. അതാണ് യേശു. അങ്ങനെ ദൈവവും മനുഷ്യനും തമ്മിലുള്ള അകലം ഇല്ലായ്മ ചെയ്യുവാനായിട്ടാണ് അവൻ ഈ ലോകത്തിൽ വന്ന് പിറന്നത്. ക്രിസ്തീയ വിശ്വാസപ്രകാരം ദൈവം നമ്മുടെ പിതാവാണ്, നാം അവൻ്റെ മക്കളുമാണ്. ഒരു സംശയം വേണ്ട, ക്രിസ്തീയ വിശ്വാസപ്രകാരം നാം ദൈവത്തിൻ്റെ മക്കളാണ്, ദൈവം നമ്മുടെ പിതാവാണ്. എന്താ ഞാൻ ഇത്ര ധൈര്യത്തിൽ പറയാൻ കാരണം? കർത്താവായ യേശു ക്രിസ്തു നമ്മെ പഠിപ്പിച്ചത് അതാണ്. എന്താണ് കർത്താവ് നമ്മളെ പഠിപ്പിച്ചത്? ദൈവത്തെ എങ്ങനെയാണ് നാം അഭിസംബോധന ചെയ്യുന്നത്? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. അതാണ് സ്വർഗത്തിൽ ഇരിക്കുന്നവനായ ദൈവം എന്നാണ് നാം വിശ്വസിക്കുന്നത്. സ്വർഗസ്ഥനായ നമ്മുടെ പിതാവേ, അങ്ങനെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ആ ദൈവം നമ്മുടെ പിതാവാണ്. ആ പിതാവിനോ നാം മക്കളാണ്. ഈ പറയുന്ന ദൈവത്തെ അബ്ബ, പിതാവേ എന്ന് വിളിക്കാൻ തക്ക യോഗ്യത നമുക്ക് ആ നിയമപ്രകാരം ലഭിച്ചിരിക്കുന്നു. അങ്ങനെ നാം ദൈവത്തിൻ്റെ മക്കളും ദൈവം നമ്മുടെ പിതാവുമാണ്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യം എല്ലാവർക്കും കാണാപ്പാഠം അറിയും, സൺഡേ സ്കൂളിൽ വെച്ച് പഠിക്കുന്നതാണത്. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കണം ഈ ലോകത്തെ സ്നേഹിച്ചു. ദൈവം എന്ത് ചെയ്തു? അവനെ തന്നെ മനുഷ്യനായി ഈ ലോകത്തിലേക്ക് നൽകി. എന്തിനു വേണ്ടി? പാപികളെ നമ്മളെ വീണ്ടെടുക്കുവാൻ, നമ്മളെ മോചിപ്പിക്കുവാൻ. അതാണ് നമ്മുടെ വിശ്വാസം. സർവശക്തനായ, സർവജ്ഞാനായ, സർവ്വവ്യാപിയായ ദൈവത്തിന് ഒരു മനുഷ്യനായി ഈ ലോകത്തിൽ ജനിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ അവനെന്ത് ദൈവ? കേവലം ഒരു മനുഷ്യനായിട്ട് ഈ ലോകത്തിൽ ജനിക്കാൻ സർവശക്തനായ ദൈവത്തിന് കഴിയില്ലേ? അങ്ങനെ ജനിക്കാൻ കഴിയാത്ത ഒരു ദൈവത്തിന് എനിക്ക് ദൈവം വേണ്ടെന്നാണ് ഞാൻ പറയുക. അത്രയും കഴിവില്ലാത്ത ഒരു ദൈവം എന്തിനാ നമുക്ക്? നമ്മുടെ ദൈവം മനുഷ്യനായി ഈ ലോകത്തിൽ അവതരിച്ചു. എന്തിനു വേണ്ടി? മനുഷ്യർക്ക് നന്മ ചെയ്യുവാൻ വേണ്ടി. ദൈവം ആരാണെന്ന് മനുഷ്യരെ വെളിപ്പെടുത്തുന്നതിന് വേണ്ടി. സ്വർഗരാജ്യം എന്താണെന്ന് മനുഷ്യനെ വെളിപ്പെടുത്തുന്നതിന് വേണ്ടി. ഒരു മനുഷ്യൻ മറ്റുള്ള മനുഷ്യരോട് എങ്ങനെ ഇടപഴകണം, എങ്ങനെ മറ്റു മനുഷ്യരുമായി ജീവിക്കണം, ഒത്തൊരുമിച്ച് ജീവിച്ചു പോകണം എന്നുള്ളത് പഠിപ്പിക്കുവാൻ വേണ്ടിയാണ് അവൻ ഈ ലോകത്തിൽ വന്നത്. അവൻ ശത്രുത്വം പഠിപ്പിച്ചിട്ടില്ല.
പഴയ നിയമങ്ങളൊക്കെ ഉദ്ധരിച്ച് പലരും പറയുന്നുണ്ട്. അതൊന്നും ഇവിടെ നമുക്ക് ബാധകമല്ല. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് അതൊന്നും ബാധകമല്ല. എന്താണ്? അന്ന് കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്നാണ് പഠിപ്പിച്ചിട്ടുള്ളത്. ആ കാലത്ത് കർത്താവ് വന്നെന്ത് ചെയ്തു? ആ ന്യായപ്രമാണത്തെ തിരുത്തിക്കൊണ്ട് പറഞ്ഞു, ഞാനോ നിങ്ങളെ പഠിപ്പിക്കുന്നത് നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. നിങ്ങൾ മനുഷ്യരാണെങ്കിൽ നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. നിങ്ങളെ ശത്രുവിനെ നിങ്ങൾ സ്നേഹിക്കണം. നിങ്ങളെ ശത്രു നിങ്ങളെ ഉപദ്രവിച്ചാൽ നിങ്ങൾ പകരം ഉപദ്രവിക്കാൻ ശ്രമിക്കരുത്. ഇതാണ് ക്രിസ്തു പഠിപ്പിച്ചത്. അതാണ് ഇന്ന് നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതായ വിഷമവും. എന്താണ്? നാം തിരിച്ചു തല്ലാൻ നമുക്ക് കഴിവില്ല. മാനസികമായും ശാരീരികമായും നാം അങ്ങനെയല്ല പഠിച്ചത്. ചെറുപ്പത്തിലേ നാം പഠിക്കുന്നത് അതാണ്. നിന്റെ ശത്രുവിനെ സ്നേഹിക്കുക. നിന്നെ ആക്രമിക്കാൻ വരുന്നവരെ നീ ആക്രമിക്കരുത്. കഴിയുമെങ്കിൽ നീ അവരിൽ നിന്നും രക്ഷപ്പെട്ടു ഓടിക്കൊള്ളുക എന്നാണ് നമ്മളെ പഠിപ്പിച്ചത്. അതാണ് യേശു നമ്മളെ പഠിപ്പിച്ചത്. അതുകൊണ്ട് എന്താണ്? ശത്രുവിനോട് നാം എതിർക്കുന്നില്ല, ശത്രുവിനെ നാം ദ്രോഹിക്കുന്നില്ല. നമുക്ക് കൊല്ലാൻ കഴിയില്ല. ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയെ തീർച്ചയായിട്ടും കഴിയില്ല. അപ്പോൾ അങ്ങനെയാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അത് ദൈവത്തിൻ്റെ മാർഗമാണ്, ദൈവത്തിൻ്റെ വഴിയാണത്. ബൈബിളിൽ നമുക്ക് കാണാം, ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല. ബൈബിൾ വായിച്ചു നോക്കി നിങ്ങൾക്ക് അറിയാൻ കഴിയും. ദൈവത്തിന് അസാധ്യമായ ഒന്നുമില്ല. ദൈവത്തിന് അങ്ങനെ അസാധ്യമായ വല്ലതും ഉണ്ടെങ്കിൽ പിന്നെ എന്ത് ദൈവം? യേശു പറഞ്ഞ എന്താണ്? ഞാനും പിതാവും ഒന്നാകുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 30-ാം വാക്യം നിങ്ങൾ എടുത്ത് വായിച്ചു നോക്കുക. പലരും പറയുന്നുണ്ട് യേശു ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാനും ദൈവവും ഒന്നാകുന്നു, ഞാനാകുന്നു ദൈവം എന്ന് യേശു എവിടെയും പറഞ്ഞിട്ടില്ല എന്ന് പല വിഘടനവാദികളും പല അക്രൈസ്തവരും വിളിച്ചു പറയുന്നുണ്ട്. അവരെന്തുകൊണ്ടാണ് ഈ വചനം മനസ്സിലാക്കാത്തത്? യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 30-ാം വാക്യത്തിൽ കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞു, ഞാനും പിതാവും ഒന്നാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ പിതാവിൽ വിശ്വസിക്കുന്നു. ഇതാണ് യേശു ക്രിസ്തു നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ഞങ്ങൾ അതാ പഠിക്കുകയുള്ളൂ, ഞങ്ങൾക്ക് അതേ അറിയുള്ളൂ. ആ യേശുവാണ് ഈ ഭൂമിയിൽ വന്ന് മനുഷ്യനായി അവതരിച്ചത്. എന്തിനു വേണ്ടി? അവൻ്റെ സാദൃശ്യത്തിൽ അവൻ സൃഷ്ടിച്ച മനുഷ്യനെ നശിച്ചു പോകാതെ നിത്യജീവൻ നൽകുവാൻ വേണ്ടി. അതിനു വേണ്ടിയാണ് യേശു ഈ ലോകത്തിൽ ജനിച്ചത്. ഇതാണ് ഒരു ക്രിസ്തീയ അടിസ്ഥാന വിശ്വാസം. അത് ഏത് ക്രൈസ്തവ ഡിനോമിനേഷൻ ആയാലും ശരി, ഏത് ഡിനോമിനേഷൻ ആയാലും ശരി, അവരുടെ അടിസ്ഥാന വിശ്വാസം അതാണ്. ചിലർ പരിഹസിച്ച് പറയുന്നത് നമുക്ക് കേൾക്കാം. പിതാവായ ദൈവം പുത്രനായ ദൈവത്തിനെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തു, ഇല്ലേ? പിതാവായ ദൈവം പുത്രനായ ദൈവത്തിനെ കൊന്നു. എല്ലാവരും കളിയാക്കി പറയും, എല്ലാവരും പരിഹസിച്ച് പറയാറുണ്ട്. പറഞ്ഞോട്ടെ, ഒരു കുഴപ്പമില്ല. എന്താ കൊന്നൂടെ? പിതാവായ ദൈവത്തിൻ്റെ പുത്രനായ ദൈവത്തെ എന്താ മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്താൽ എന്താ കുഴപ്പം? എന്താ തെറ്റ്? ഒരു ദൈവത്തിന് എങ്ങനെ രണ്ട് ദൈവമായി ഇരിക്കാൻ പറ്റുന്ന? ഒരു ദൈവത്തിന് 1000 ദൈവമായിരുന്നൂടെ? ഒരു ദൈവത്തിന് ഏകദൈവമായി ഇരിക്കുന്നത് പോലെ തന്നെ 1000 ദൈവമായും ഇരുന്നുകൂടെ? എന്തുകൊണ്ട് ഇരുന്നുകൂടാ? എന്താ അങ്ങനെ വല്ല നിയമമുണ്ടോ? ദൈവം പറഞ്ഞിട്ടുണ്ടോ എനിക്കങ്ങനെ ഇരിക്കാൻ കഴിയില്ല, ഞാൻ അങ്ങനെ ഇരിക്കുന്നവനല്ല എന്ന് ദൈവം അങ്ങനെ എവിടെയും പറഞ്ഞിട്ടുണ്ടോ? ദൈവത്തിന് ഏത് സാദൃശ്യത്തിലും ഏത് രൂപത്തിലും എങ്ങനെയും ദൈവത്തിന് എന്തും ചെയ്യാവുന്ന അവസ്ഥയല്ലേ ദൈവം? സർവസൃഷ്ടിയായ, സർവജ്ഞാനിയായ, സർവവ്യാപിയായ, സർവജ്ഞാനിയായ ആ ദൈവത്തിന് എന്താണ് അസാധ്യമായിട്ടുള്ളത്? അവൻ ഏകദൈവമായും 1000 ദൈവമായും ഇരിക്കാൻ പറ്റും. അതുകൊണ്ടല്ലേ ഇന്ന് ഈ ലോകത്തിൽ ആ ഏകദൈവത്തെ 1000 ദൈവങ്ങളായി മനുഷ്യർ കാണുന്നത്.
ഹൈന്ദവ മതപ്രകാരം 33 ദൈവങ്ങളുണ്ടെന്ന് അവർ പറയുന്നത്. കല്ലിലും പുല്ലിലും മണ്ണിലും തൂണിലും തുരുമ്പിലുമേ ഒക്കെ ദൈവം. കാരണം ദൈവത്തിൻ്റെ സൃഷ്ടി എവിടെയൊക്കെ ഉണ്ടോ, ദൈവത്തിൻ്റെ കൈ എവിടെയൊക്കെ പതിച്ചിട്ടുണ്ടോ, അതൊക്കെ ദൈവസൃഷ്ടിയാണെങ്കിൽ അത് ദൈവമാണ്. മനുഷ്യൻ പോലും ദൈവമാണ് ഹിന്ദുക്കൾക്ക്. അപ്പോൾ അങ്ങനെ വിശ്വസിക്കുന്ന ഒരു രോഗമാണിത്. കാരണം ദൈവത്തിന് അസാധ്യമായിട്ട് എന്താ ഉള്ളത്? സർവശക്തനാണ് ദൈവം, സർവവ്യാപിയാണ് ദൈവം. അപ്പോൾ സർവവ്യാപിയായ ദൈവത്തിന് ഒരു ദൈവമായാലെന്താ? അതായത് ഏകദൈവമായാലെന്താ? ബഹുദൈവമായാലെന്താ? എന്താ പ്രശ്നം? ഈ ഏകദൈവം ബഹുദൈവമായാൽ എന്താ പ്രശ്നം? ആ പ്രശ്നം നമുക്കൊന്ന് പറഞ്ഞു തരണ്ടേ ഇവർ? അത് ദൈവത്തിൻ്റെ ഇഷ്ടമല്ലേ? യെസ്. അങ്ങനെ ദൈവം മനുഷ്യനായി ഈ ലോകത്തിൽ അവതരിക്കാൻ ആ ഒരു ദൈവത്തിന് കഴിഞ്ഞിട്ടില്ലെങ്കിൽ എനിക്ക് ആ ദൈവം വേണ്ടെന്ന് പറയുന്നവൻ്റെ തന്നെ ഞാൻ. അപ്പോൾ യേശു എന്ന് പറയുന്ന ദൈവമാണ്. അവൻ പാപികളായ നമ്മൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു. എന്തിനു വേണ്ടി? ക്രൂശിൽ അവൻ രക്തം ചൊരിഞ്ഞു നമുക്ക് വേണ്ടി. എന്തിനു വേണ്ടി അവൻ രക്തം ചൊരിഞ്ഞാൽ നമ്മളെ പാപം എങ്ങനെ ക്ഷമിക്കപ്പെടുക അല്ലെങ്കിൽ മോചിക്കപ്പെടുക? ഇതെന്തൊരു വിഡ്ഢിത്തരമാണിത്! ഇതെവിടുത്തെ ലോജിക്കാണിത്? യേശു ക്രിസ്തുവിൽ കിടന്ന് മരിച്ചു, ആ രക്തം കൊണ്ട് എങ്ങനെ ഞാൻ ശുദ്ധീകരിക്കപ്പെടുക? എന്താ ഇതിൻ്റെ അർത്ഥം? ഒരു തെറ്റും ചെയ്യാത്ത ഒരു മനുഷ്യൻ, ഈ ലോകത്തിൻ്റെ ന്യായാധിപന്മാർക്ക് ഒരു തെറ്റും കണ്ടുപിടിക്കാൻ ഇന്നേ വരെ കഴിഞ്ഞിട്ടില്ലാത്ത ഒരു മനുഷ്യനെ ഒരു ശത്രുവായി, ഒരു ക്രിമിനലായി അവനെ കുറ്റം വിധിച്ച് അവനെ തൂക്കിക്കൊല്ലാൻ കാരണം എന്താ? മനുഷ്യൻ്റെ അഹങ്കാരം, അവൻ്റെ ക്രൂര സ്വഭാവം. അപ്പോൾ ഈ സ്വഭാവം എന്തു ചെയ്തു? ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ ക്രൂശിൽ തറച്ചു കൊന്നപ്പോൾ കർത്താവ് ആ ക്രൂശിൽ വെച്ച് നിലവിളിച്ച് പറഞ്ഞു, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് അവർ അറിയുന്നില്ല. പിതാവേ, അവരെന്തിനാണ് എന്നെ ക്രൂശിച്ചതെന്ന് അറിയുന്നില്ല. അവരോട് ക്ഷമിക്കണമേ, അവരുടെ പാപം പൊറുക്കണമേ. ഇത് കേട്ടുകൊണ്ട് എന്താണ് ചെയ്തത്? യേശു ക്രിസ്തുവിൻ്റെ നെഞ്ചിൽ കുന്തം തുളച്ചു കയറ്റിയ ആ മനുഷ്യൻ നിന്ന് വാവിട്ട് കരഞ്ഞു. യേശു ക്രിസ്തുവിനെ ക്രൂശിക്കുന്നതിന് വേണ്ടി വിട്ടുകൊടുത്ത പിലാത്തോസ് വാവിട്ട് കരഞ്ഞു. സർവ്വജനങ്ങളും വാവിട്ട് കരഞ്ഞു. ഒരു തെറ്റും ചെയ്യാത്ത ഒരു മനുഷ്യനെ ഇതാ കൊലയ്ക്ക് കൊടുത്തിരിക്കുന്നു. ഈ ലോകത്തിലെ നിയമം തൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും കിടക്കുന്നതായ ഒരു ക്രൂരനായ, ഒരു ക്രിമിനലായ ഒരു മനുഷ്യൻ പറയുന്നു, അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞങ്ങളോ പല തെറ്റുകളും ചെയ്ത് അക്രമവും അനീതിയും ചെയ്ത് ഈ കുരിശു മരണത്തിന് അർഹതയുള്ളവരാണ്, അതിനെ ഞങ്ങളെ വിധിക്കപ്പെട്ടവരാണ്, ആ വിധിക്ക് ഞങ്ങൾ യോഗ്യരാണ്. പക്ഷേ ഈ യേശു എന്ന് പറയുന്ന മനുഷ്യൻ ഒരു തെറ്റും ചെയ്യാത്തവൻ, ഒരു പാപവും ചെയ്യാത്ത ആ മനുഷ്യനെ ക്രൂശിൽ തറച്ചിരിക്കുന്നത് ഒരു പാപിയാണ് വിളിച്ചു പറയുന്നത്. അവിടെയാണ് യേശു ക്രിസ്തു എന്തിനാണ് മനുഷ്യന് വേണ്ടി ക്രൂശിൽ മരിച്ചത് എന്നുള്ള ആ സത്യം മനസ്സിലാകുന്നത്. അപ്പോൾ പാപികളായ നമ്മൾക്ക് വേണ്ടി, പാപികളായ നാം മുഖാന്തരം നാം തന്നെ നമ്മെ രക്ഷിക്കുന്നതിന് വേണ്ടി ഈ ലോകത്തിൽ വന്ന ആ ദൈവത്തെ നമ്മുടെ കൈകൊണ്ട് പിടിച്ചു കൊല്ലുകയാണ്. അവിടെയുള്ളതായ ആ പ്രായശ്ചിത്തം, ആ പശ്ചാത്താപമാണ് ക്രൂശിൻ്റെ മരണത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നതായ പാപമോചനം. അതുകൊണ്ടാണ് നാം പറഞ്ഞത്, ദൈവമേ, ഞാൻ ചെയ്ത പാപത്തെ എന്നോട് ക്ഷമിക്കണമേ, എൻ്റെ പാപങ്ങൾ എന്നോട് ക്ഷമിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ പാപം എന്താണെന്ന് നമുക്ക് കർത്താവ് വെളിപ്പെടുത്തി തന്നു. പാപമോചനം എങ്ങനെയാണെന്ന് കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തന്നു. എങ്ങനെയാണ്? മാനസാന്തരം വഴി. അങ്ങനെ ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് ആ നിയമപ്രകാരമാണ് നമുക്ക് പാപമോചനം ലഭിക്കുന്നത്. മണ്ണുകൊണ്ട് മനുഷ്യനെ സൃഷ്ടിക്കാൻ കഴിഞ്ഞ ദൈവത്തിന്
തൻ്റെ രക്തത്താൽ മനുഷ്യൻ്റെ പാപത്തെ കഴുകിക്കളയാൻ അല്ലെങ്കിൽ ശുദ്ധീകരിക്കാൻ കഴിയുകയില്ല എന്ന് വിശ്വസിക്കുന്നവൻ ക്രിസ്ത്യാനിയല്ല. അവൻ ഒരിക്കലും ക്രിസ്ത്യാനിയല്ല, ഏത് ഡിനോമിനേഷനിൽ ആയാലും ശരി. അപ്പോൾ ക്രിസ്തു യേശുവിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ട് എന്ന് വിശ്വസിക്കാൻ കാരണം അവൻ ദൈവമാണ്. എന്നെ കേട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.